ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിലിരുന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡീലിൽ തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷവും ഫേസ്ബുക്കിൽ ലൈവിൽ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ പ്രതിക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6:30 സ്റ്റാലിനിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നത്. അതിനുശേഷം മുഖത്തും കഴുത്തിലും കത്തി ഉപയോഗിച്ച് വെട്ടുകയും കുത്തുകയുമായിരുന്നു. ആ സ്ത്രീയുടെ നിലവിളി കേട്ട് അയൽവാസികളായിട്ടുള്ള ആൾക്കാർ ഓടിയെത്തി. ആ സമയത്തും പ്രതി അവിടെ ഉണ്ടായിരുന്നു. ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പ്രതി അവിടെ നടത്തിയത്. രാവിലെ 6:30 ആയപ്പോൾ ചേച്ചിയുടെ ഒരു അലർച്ച കേട്ടോണ്ട് എഴുന്നേക്കുന്നേ. ചേച്ചിയുടെ ആദ്യം അലർച്ച കേട്ട, പിന്നെ ചെറുക്ക അലർന്നതാ കേട്ടത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് പോയി. അതിനുശേഷമാണ് ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത്. ആ ലൈവിൽ പറയുന്നത് താൻ പറയുന്നതൊന്നും ഭാര്യ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഭാര്യയെ താൻ കൊലപ്പെടുത്തി. താൻ അറിയാതെ സ്വർണം പണയം വെച്ച് ഭാര്യ പണം സ്വന്തമാക്കി. ആ കാരണങ്ങളൊക്കെ കൊണ്ട് ഭാര്യയെ കൊലപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ആ ഫേസ്ബുക്ക് ലൈവിൽ പ്രതി പറയുന്നത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് സ്വന്തം വീട്ടിലേക്ക് ശാലിനി പോയി താമസിച്ചത്. പലതവണ ഇയാളുടെ ദുഷ്ടത്തരത്തെക്കുറിച്ചൊക്കെ തന്നെ ശാലിനി പോലീസിൽ പരാതി നൽകിയിരുന്നു. പലതവണ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാണ്. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. അതിൽ ഒരു കുട്ടി അർബുദബാധിതനാണ്. അതിൽ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് ഈ കുട്ടിയുടെ കാര്യങ്ങൾ അമ്മ നോക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രദേശവാസികളായിട്ടുള്ള അയൽക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പ്രതി ഐസക് പറയുന്ന പൂർണ്ണമായും കള്ളമാണ്. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയത് അമ്മയാണെന്നുള്ളതാണ്. സാമൂഹ്യ ആഭിമുഖ്യമുള്ള ഒരു യുവതിയാണ് കൊല ചെയ്യപ്പെട്ടത്. അതും സംശയരോഗിയായിട്ടുള്ള ഒരു ഭർത്താവിന്റെ അക്രമത്തിന് വിധേയയായിട്ട്. പോലീസ് ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ പരാതികൾ, ആ ലഭിച്ച പരാതികളുടെ സീരിയസ്നെസ്, ആ ഗൗരവം ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അയാൾക്കെതിരായിട്ട് ശക്തിയായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ഉണ്ടാവുമായിരുന്നു. രാവിലെ 9 പ്രതി പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. താൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണെന്ന് പോലീസിനോട് അറിയിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയാണ്. ഇപ്പോൾ മോർച്ചറിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.